ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇപ്പോൾ ഫോക്കസ് ഏരിയയുടെ ക്വിക്ക് റിവിഷൻ വീഡിയോയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 3 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇന്ന് നാം പഠിക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാരുടെ 4ാമത്തെ ചാപ്റ്ററും കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഇത് 5ാമത്തെ ചാപ്റ്ററുമാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ ക്വിക്ക് റിവിഷൻ വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് സ്പീഡിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുവരെ ഒന്നും പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് എടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നിരിക്കുന്ന വെറും 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 5 ക്വസ്റ്റ്യനും ഉറപ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അത്രയ്ക്കും ഷുവറായിട്ട് വരും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മലയാളത്തിൽ നോട്ട് തന്നിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കും. ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആൻസറൊക്കെ ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരിക്കും. പക്ഷേ അതൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചുറ്റിക്കറക്കി ചോദിച്ചാലും ആൻസർ എങ്ങനെ എഴുതണമെന്നൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ വീഡിയോ ആണ് ഇത്. ആദ്യം മുതൽ അവസാനം വരെയും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് ഈ വീഡിയോ കണ്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഇയറിലെ വീഡിയോസ് ഉൾപ്പെടെയാണ് ഞാനിവിടെ ഞാൻ എല്ലാ വീഡിയോസും ഇട്ട് കഴിഞ്ഞു. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയറിലെ ക്ലാസ് എടുക്കുമെന്ന്. അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിലെ പോർഷൻസും എൻ്റെ വീഡിയോ കണ്ട് പഠിക്കുക. അത് പ്രാക്ടിക്കൽ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഫോക്കസ് ഏരിയസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ ക്വിക്ക് റിവിഷൻ വീഡിയോസ് കണ്ടിട്ട് ഇനി ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ ഫോക്കസ് ഏരിയയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒട്ടും താമസിയാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 4 ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. ഇത് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ചാപ്റ്റർ 5 ആണ്. ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. ഇന്ന് പഠിക്കാനായി പോകുന്ന ഭാഗങ്ങൾ ടോക്കൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്, റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ഐഡൻറ്റിഫയേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിറ്ററൽസ്. ഈ 4 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇത് വളരെ വ്യക്തമാക്കി നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, അപ്പോൾ ടോക്കൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ വീഡിയോയിൽ ഇതുപോലെ സ്റ്റാർ ഇട്ടിരുന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം. ഈ സെൻറ്റൻസ് പഠിക്കണം കേട്ടോ. പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളാണ് ടോക്കണുകൾ. അപ്പോൾ 5 തരത്തിലാണ് ടോക്കണുകൾ ഉള്ളത്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഒരു ടിപ്സ് പറഞ്ഞുതരാം. കിൽപ്പോ എന്നുള്ള വാക്ക് ഓർക്കുക. കണ്ടോ, KILPO. അപ്പോൾ ഇത് പഠിക്കുക. അപ്പോൾ ഈ 5 പേരും പഠിക്കണം, ഡെഫിനിഷനും പഠിക്കണം ഇവിടെ. ഇനി രണ്ടാമത്തത് കണ്ടോ, 4 പഠിക്കാനുണ്ട്. അതിൽ 1 കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്. ഇത് മിക്കവാറും 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ കീവേഡ് എന്താണെന്ന്, വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ കമ്പൈലർ. കമ്പൈലറിന് നിർദ്ദിഷ്ട അർത്ഥം നൽകുന്ന വാക്കുകളെ കീവേഡുകളെന്ന് വിളിക്കുന്നു. നമ്മുടേതായ ഭാഷയ്ക്ക് ഇപ്പം മലയാളത്തിനാണെങ്കിൽ ഇംഗ്ലീഷിനാണെങ്കിൽ ഓരോന്നിനും അതിൻ്റേതായ വാക്കുകളില്ലേ, അതുപോലെ ഇവിടെ ചില വാക്കുകളൊക്കെ ഉണ്ട്. അതിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ബ്രേക്ക്. ഐഡൻറ്റിഫയേഴ്സ്, യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. യൂസർ നൽകുന്ന പേര് തന്നെയാണ് ഐഡൻറ്റിഫയർ. എക്സാമ്പിൾ സം. ലിറ്ററൽസ് ആർ ഡാറ്റ ഐറ്റംസ് ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അവരുടെ മൂല്യം മാറുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളതിനാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. C++ൽ 4 ടൈപ്സ് ഓഫ് ലിറ്ററൽസ് ആണ് ഉള്ളത്. ഇൻറ്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ. പേരുകൾ വളരെ പ്രധാനമാണ്. പഞ്ച്വേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലൊക്കെ ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ്, കോമ, സെമിക്കോളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ ചില സിമ്പിൾസ്, സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ച്വേറ്റേഴ്സ് ആർ ദ സ്പെഷ്യൽ സിമ്പിൾസ് ഇൻ C++ ദാറ്റ് ഹാവ് സിൻറ്റാറ്റിക് ഓർ സെമാൻറ്റിക് മീനിങ് ടു ദ കമ്പൈലർ. ശരിയായ വാക്യഘടന നൽകുന്ന C++ലെ പ്രത്യേക ചിഹ്നങ്ങളാണിവ. എക്സാമ്പിൾ സെമിക്കോളൻ. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മളിവിടെ സെമിക്കോളനാണ് കൊടുക്കുന്നത്. അടുത്തത് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ആർ ദ സിമ്പിൾസ് ദാറ്റ് ടെൽസ് ദ കമ്പൈലർ അബൌട്ട് എ സ്പെസിഫിക് ഓപ്പറേഷൻ. ചില ക്രിയകൾ ചെയ്യാനുള്ള ചിഹ്നങ്ങളാണിവ. പ്ലസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, മൈനസ്, ആസ്തിക്കൊക്കെ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ്. ഓക്കെ,
അടുത്ത മൂന്നാമത്തത് റൂൾസ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ കീവേഡ് ഐഡൻറ്റിഫയർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില റൂൾസുകൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും 4 റൂളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് ലെറ്റേഴ്സ് ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർസ് ആർ യൂസ്ഡ്. അക്ഷരങ്ങൾ, അക്കങ്ങൾ, അണ്ടർസ്കോർ ഇവിടെ ഉപയോഗിക്കാം. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോറേ വരാവൂ. ഡിജിറ്റ്സ് വരാൻ പാടില്ല. ആദ്യത്തെ ക്യാരക്ടർ എപ്പോഴും ഒരു അക്ഷരമായിരിക്കാം അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ വരാം, പക്ഷേ ഡിജിറ്റ്സ് വരരുത്. വൈറ്റ് സ്പേസസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. അപ്പോൾ ഒരു വാക്ക് കഴിഞ്ഞിട്ട് സാധാരണ ഒരു സ്പേസ് ഒക്കെ വിടും അല്ലേ, അപ്പോൾ അങ്ങനെ വിടാൻ പാടില്ല, ചേർത്ത് എഴുതാവും. അപ്പോൾ വൈറ്റ് സ്പേസസും വേറെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വേറെ ഒരു ക്യാരക്ടറും ഇതിനകത്ത് വരാൻ പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. കീവേഡ് ഐഡൻറ്റിഫയർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ 4 റൂൾസും വളരെ പ്രധാനമാണ്. റൂൾസ് അതുപോലെ പഠിക്കണം കേട്ടോ. എക്സാമ്പിൾസ് ഫോർ ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് നോക്കാം. ശരിയായിട്ടുള്ള ഐഡൻറ്റിഫയർ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കൗണ്ട് കണ്ടോ, ലെറ്റേഴ്സ് മാത്രമേ വന്നുള്ളൂ. സം ഓഫ് 2 നമ്പേഴ്സ്, ഇവിടെ സ്പേസ് ഇല്ല, അപ്പം ഇവിടെ നമ്പറും ലെറ്റേഴ്സും വന്നു. പിന്നെ അടുത്തത് കണ്ടോ, ഇവിടെ അണ്ടർസ്കോറും വന്നു. അണ്ടർസ്കോർ കാണുമ്പോൾ മനസ്സിലാക്കണം, കണ്ടോ ഇതിൻ്റെ താഴെയായിട്ടാണ് വന്നത്. ഹൈഫൻ ആണെങ്കിൽ ഇവിടെ നടുക്കാവുമായിരുന്നു, അണ്ടർസ്കോർ കുറച്ച് നീളവും കാണും ഹൈഫനേക്കാളും. വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ വാലിഡാണ്, ശരിയായിട്ടുള്ള ഐഡൻറ്റിഫയർ ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് നോക്കാം. ഇതൊക്കെ ഇൻവാലിഡാണ്. എന്തുകൊണ്ടാണ് ഇൻവാലിഡ്? നമുക്ക് റീസൺ നോക്കാം. പരീക്ഷയ്ക്ക് റീസണും എഴുതാനായിട്ട് വരാം. അപ്പോൾ ഇവിടെ നോക്കൂ, സം ഓഫ് ഡിജിറ്റ്സ്, ഇവിടെ സ്പേസ് വന്നു. അപ്പോൾ ആ റൂൾ എന്താ? വൈറ്റ് സ്പേസസ് ആർ നോട്ട് അലൗഡ്, അത് എഴുതുക. ഫസ്റ്റ് ക്യാരക്ടർ, ഇവിടെ നമ്പർ വരാമോ ഫസ്റ്റിൽ? അല്ല, കണ്ടോ ഇവിടെ 1 എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ, ആ റൂൾ എഴുതുക. അടുത്തത് ഇവിടെ സ്പെഷ്യൽ ക്യാരക്ടർ വന്നുണ്ട്, ഡോട്ട്. വേറെ ഒരു ക്യാരക്ടറും വരാൻ പാടില്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ വരണമെന്ന്. അപ്പോൾ അല്ലാതെ വന്നത് ഇത് സ്പെഷ്യൽ ക്യാരക്ടറാണ്, ഇത് നോട്ട് അലൗഡ്. ഇത് 4 എന്നുള്ളത് കീവേഡാണ്. ഫോർ ലൂപ്പൊക്കെ പഠിച്ചിട്ടില്ലേ, അപ്പോൾ അത് കീവേഡ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയർ. കണ്ടോ അടുത്തത് സ്റ്റുഡ് റെക്കോർഡ്, സ്റ്റുഡ് റെക്ക്. ഇവിടെ കണ്ടോ ഹൈഫനാണ്. ഇതുപോലെ അണ്ടർസ്കോർ അല്ല, താഴോട്ട് ഇതുപോലെ വലുതായിട്ട് വരും അണ്ടർസ്കോർ. വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക. ഇത് ഹൈഫനാണ്, അപ്പോൾ ഇത് സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പഠിക്കുക. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിറ്ററൽസും. നമ്മൾ ലിറ്ററൽസ് നോക്കിയല്ലേ, അപ്പോൾ 4 എണ്ണമാണുള്ളത്. ടോക്കൻസ് എത്രയുണ്ട്? 5 എണ്ണം. ലിറ്ററൽസ് എത്രയാണ്? 4 എണ്ണം. ഈ 4 എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറുതായിട്ട് പഠിക്കാം. നല്ല ഈസിയാണ് കേട്ടോ. ഇൻറ്റിജർ ലിറ്റർ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഹോൾ നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ പൂർണ്ണസംഖ്യകളാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് മൈനസ് വരാം, പ്ലസ് വരാം, പിന്നെ ഇതുപോലെ ദശാംശ സംഖ്യ വരത്തില്ല. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററിലാണെങ്കിൽ ദശാംശ സംഖ്യകളാണ്. നമ്പേഴ്സ് ഹാവിങ് ഫ്രാക്ഷണൽ പാർട്സ്. അപ്പോൾ ഇതുപോലെ വരാം. 52.0 കണ്ടോ, ഇതുപോലെ. അടുത്തത് ക്യാരക്ടർ ലിറ്ററൽസ്. ഇറ്റ് ഈസ് 1 ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോട്ട്സ്. ഒരു ക്യാരക്ടർ ഇതുപോലെ സിംഗിൾ കോട്ട്സിനകത്ത് ഇട്ടിരുന്നാൽ ക്യാരക്ടർ ലിറ്ററലാണ്. സ്ട്രിംഗ് ലിറ്ററൽ ആണെങ്കിലോ 1 ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഡബിൾ കോട്ട്സിനകത്ത് ഇടണം. ഇതിപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് ഇട്ടിരുന്നെങ്കിൽ ഇത് സ്ട്രിംഗ് ലിറ്ററൽ ആവുമായിരുന്നു. ഇതിൽ ഒന്നിൽ കൂടുതലും വരാം. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഒരു ക്യാരക്ടർ ലിറ്ററിൽ വരാവൂ. ഇവിടെ ഒന്നിൽ കൂടുതലോ ക്യാരക്ടേഴ്സ് ഡബിൾ കോട്ട്സിനകത്ത് ഇട്ടിരുന്നാൽ അത് സ്ട്രിംഗ് ലിറ്ററലായിട്ട് വരാം. ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് 1 or more ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോട്ട്സ്. ഓക്കെ, അടുത്തത് നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കാര്യം കൂടെ പഠിക്കാം. നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് ആർ റിപ്രസെൻറ്റഡ് ബൈ യൂസിങ് എസ്കേപ്പ് സീക്വൻസസ്. ഇപ്പോൾ കീബോർഡ് വഴി റിപ്രസെൻറ്റ് ചെയ്യാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ /0, നൽ ക്യാരക്ടർ. അപ്പോൾ അതിനെ നമുക്ക് ഇപ്പോൾ റിപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിൽ \/ ഇട്ടിട്ട് 0 എന്ന് കൊടുക്കും. അപ്പോൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുമ്പോൾ \/ ആണ്. \/ ഇട്ടിട്ട് 0 കൊടുക്കും. മനസ്സിലായല്ലോ. അടുത്തത് ഇതാ ടു റിപ്രസെൻറ്റ് ന്യൂ ലൈൻ. അപ്പം നെക്സ്റ്റ് ലൈനിൽ വരണം. ന്യൂ ലൈൻ എന്ന് കാണിക്കണമെങ്കിൽ / ഇട്ടിട്ട് ചെയ്യാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങളൂടെ പഠിക്കുക. നൽ ക്യാരക്ടർ ആണെങ്കിൽ \/ ഇട്ടിട്ട് 0, ന്യൂ ലൈൻ ആണെങ്കിൽ \/ ഇട്ടിട്ട് ചെയ്യാൻ. ഇതാണ് ഇവിടുത്തെ എസ്കേപ്പ് സീക്വൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് ആർ റിപ്രസെൻറ്റഡ് ബൈ യൂസിങ് ഡാഷ് എന്ന് പറഞ്ഞ എസ്കേപ്പ് സീക്വൻസ്. ഓക്കെ, ഇനി പ്രീവിയസ് എല്ലാ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ക്യാരക്ടർ ലിറ്ററൽ ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എഴുതുക. വേണമെങ്കിൽ എക്സാമ്പിളോടെ കാണിക്കാം. ദ ഫോളോയിങ് ആർ ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ്. ക്വസ്റ്റ്യൻ നോക്കണം, ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ഐഡൻറ്റിഫയറിൻ്റെ ആ റൂളൊക്കെ മനസ്സിൽ വരണം. റൈറ്റ് എ റീസൺ ഫോർ ഈച്ച്. ഓരോന്നിനുള്ള റീസൺ എഴുതണം. ആ റൂളാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം എന്തുകൊണ്ട്. ഇവിടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വന്നല്ലേ, അപ്പോൾ ആ റൂൾ എഴുതുക.
സ്പെഷ്യൽ ക്യാരക്ടർ ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ നോട്ട് അലൗഡ് അങ്ങനെ കൊടുക്കുക. ഇവിടെ വേർഡ് എന്ന് പറയുമ്പോൾ ഇത് കീവേഡാണ്. അപ്പോൾ അല്ലെങ്കിൽ കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയർ, ആ റൂൾ എഴുതാം. പിന്നെ ഇവിടെ 2AB ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം, ഇവിടെ നമ്പറാണ് വന്നത് അല്ലേ, അത് വരാൻ പാടില്ല, ഡിജിറ്റ് വരാൻ പാടില്ല. അടുത്തത് ആവറേജ് ഹൈറ്റ്, ഇവിടെ സ്പേസ് വന്നു. അപ്പോൾ ആ റൂൾ അതുപോലെ എഴുതുക. ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് ടോക്കൺസ് ഇൻ ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. ഇതിലുള്ള ഓരോരോ ടോക്കൺസ്, ഡിഫറെൻറ്റ് ടോക്കൺസ് പഠിച്ചല്ലോ, ഇതിൽ ഏതൊക്കെ വരുമെന്ന് നമ്മൾ എഴുതുക. ഏജ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫയർ ആണ്, ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്, 18 എന്ന് പറയുമ്പോൾ ലിറ്ററലാണ്, സെമികോളൻ പഞ്ച്വേറ്റർ. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ ഇൻവാലിഡ് ലിറ്ററൽസ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് റീസൺ ഫോർ ഈച്ച്. ഇവിടെ കാര്യം മനസ്സിലാക്കിയിരിക്കണം, ആ തിയറി പഠിച്ചിരുന്നാലേ ഇതൊക്കെ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഇൻവാലിഡ് ലിറ്ററൽസ് ആണ്, ശ്രദ്ധിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കണം, ഐഡൻറ്റിഫയർ ആണോ ലിറ്ററൽ ആണോ എന്ന് നോക്കണം. ഇങ്ങനെ വരാം. നേരത്തെ ഉള്ളത് ഐഡൻറ്റിഫയർ ആയിരുന്നു, ഇത് ലിറ്ററൽ. അപ്പോൾ ലിറ്ററൽ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് ഓടിയെത്തേണ്ടത്. അപ്പോൾ ഇതിലുള്ള ഇൻവാലിഡ് അതാണ്. ഡബിൾ കോഴ്സിനകത്ത് 9 എന്നിട്ടു, അത് തീർച്ചയായിട്ടും നമുക്ക് വാലിഡാണ്. കണ്ടോ, ഒരു ക്യാരക്ടറും വരാം ഡബിൾ കോഴ്സിനകത്ത്. പക്ഷേ സിംഗിൾ കോഴ്സിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ വരാൻ പാടില്ല അല്ല, അപ്പോൾ അത് ഇൻവാലിഡാണ്. അടുത്തത് ഇത് വാലിഡ് തന്നെയാണ്, ഒരു പൂർണ്ണസംഖ്യയല്ലേ വന്നത്, അപ്പോൾ ഇൻറ്റിജർ ലിറ്ററലാണ്. ഓക്കെ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഐഡൻറ്റിഫയേഴ്സ്. ഇവിടെ ഐഡൻറ്റിഫയർ ആണ്, വാലിഡ് ഓർ ഇൻവാലിഡ്. ഇഫ് ഇൻവാലിഡ് ഗിവ് റീസൺ. വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? ഇൻവാലിഡ് ആണെങ്കിൽ റീസൺ എന്താണ്, കാരണം എഴുതണം. അപ്പോൾ ലെന്ത് _1. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് അല്ലേ, ഡിജിറ്റ് ഉണ്ട്, അണ്ടർസ്കോർ ഉണ്ട്, നമ്പറുണ്ട്, ഇതൊക്കെ വരാം അല്ലേ, വാലിഡ് ആണ്. രണ്ടാമത്തെ നോക്കൂ, അണ്ടർസ്കോർ ആണ്, പിന്നെ ലെന്ത് 1, ഇതൊക്കെ ചേർത്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വരാം അല്ലേ, നമുക്ക് വാലിഡ് തന്നെയാണ്. അടുത്ത ലെന്ത് സ്പേസ് ഇട്ടിട്ട് 1, അപ്പോൾ സ്പേസ് നോട്ട് അലൗഡ് ആണ്, അത് ഇൻവാലിഡ്. ഫസ്റ്റ് ക്യാരക്ടർ കണ്ടോ ഡിജിറ്റ് വന്നു, അത് ഇൻവാലിഡ് ആണ്, അപ്പോൾ റീസൺ എഴുതുക. അടുത്തത് വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് എ യൂസർ ഡിഫൈൻഡ് നെയിം. ഇതിലുള്ള ഏതാണ് യൂസർ ഡിഫൈൻഡ് നെയിം? ഐഡൻറ്റിഫയർ അല്ലേ. സം ഓഫ് ദ ലിറ്ററൽസ് ഇൻ C++ ആർ ഗിവൻ ബിലോ. ഹൗ ഡു ദേ ഡിഫർ? അപ്പോൾ ലിറ്ററൽസ് നമുക്ക് 4 ലിറ്ററൽസ് ഓടിയെത്തണം. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് എഴുതണം. ആദ്യത്തത് ഇൻറ്റിജർ ലിറ്ററൽ, രണ്ടാമത്തത് സിംഗിൾ കോഴ്സിനകത്ത് വന്നപ്പോൾ ക്യാരക്ടർ ലിറ്ററൽ, ഇവിടെ പോയിൻ്റ് വന്നു, ദശാംശം സംഖ്യ വന്നതുകൊണ്ട് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽ, ഡബിൾ കോഴ്സിനകത്ത് വന്നതുകൊണ്ട് സ്ട്രിംഗ് ലിറ്ററൽ. അടുത്തത് മെൻഷൻ ദ പർപ്പസ് ഓഫ് ടോക്കൺസ് ഇൻ C++. റൈറ്റ് നെയിംസ് ഓഫ് എനി 4 ടോക്കൺസ് ഇൻ C++. അപ്പോൾ C++ ടോക്കൺസിൻ്റെ പർപ്പസ്, അപ്പോൾ ടോക്കണിൻ്റെ ഡെഫിനിഷൻ അവിടെ എഴുതണം കേട്ടോ. എന്നിട്ട് ആ പേരുകൾ, ഇവിടെ 4 പേരുകളാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 4ഓ 5ഓ ഒക്കെ എഴുതാം കേട്ടോ പരീക്ഷയ്ക്ക്. അടുത്തത് അറ്റ് എ ഗ്ലാൻസ് എന്ന സെക്ഷനാണ്. ഈ പഠിച്ച ഒരു ചാപ്റ്ററും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടോക്കൺസ് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം. ഏതൊക്കെയാണ്? കീവേഡ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. കീവേഡ് എന്താണ്? വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ കമ്പൈലർ. ഐഡൻറ്റിഫയർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. ലിറ്ററൽസ് ഡാറ്റ ഐറ്റംസ് ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ. പഞ്ച്വേറ്റേഴ്സ് സ്പെഷ്യൽ സിമ്പിൾസ്. ഓപ്പറേറ്റേഴ്സ് സിമ്പിൾസ് ഫോർ ഓപ്പറേഷൻ. അടുത്ത് ഇവിടെ ഓർക്കുമ്പോൾ ലിറ്ററൽസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻറ്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ ഓർക്കണം. ഇൻറ്റിജർ ലിറ്ററൽ ഹോൾ നമ്പേഴ്സ്, ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ക്യാരക്ടർ ലിറ്ററൽ സിംഗിൾ കോഡ്സിനകത്ത്, സ്ട്രിംഗ് ലിറ്ററൽ ഡബിൾ കോഡ്സിനകത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് CS20 എന്ന ഈ ചാനലിലോട്ട് അംഗമായി തരിക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എ സ്മൈൽ ഈസ് എ കർവ് ദാറ്റ് സെറ്റ്സ് എവറിത്തിങ് സ്ട്രൈറ്റ്.